മലേഷ്യയിലെ സെലാങ്കോറിലുള്ള ചുണ്ണാമ്പുകല്ല് ഗുഹകളുടെ പരമ്പരകളാണ് ബാട്ടു ഗുഹകൾ. തലസ്ഥാന നഗരമായ കോലാലംപൂരിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ വടക്കായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗുഹാസമുച്ചയത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദു ദൈവമായ മുരുകൻ്റെ ആരാധനാലയമാണ്. മലേഷ്യയിലെ തമിഴ് ഉത്സവമായ തൈപ്പൂയ ഉത്സവത്തിൻ്റെ കേന്ദ്ര ബിന്ദു കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ പ്രതിമകളിലൊന്നായ 43 മീറ്റർ ഉയരമുള്ള പ്രതിമ ഈ സമുച്ചയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമീപത്ത് ഒഴുകുന്ന ബട്ടു പഹാറ്റ് എന്ന നദിയിൽ നിന്നാണ് ഗുഹാ സമുച്ചയത്തിന് ഈ പേര് ലഭിച്ചത്. Why this temple is very famous? Because this temple is inside a 400 million years old limestone cave. Batu means stone, cave means guha. ദശലക്ഷത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ചുണ്ണാമ്പുകല്ല് ഗുഹകളുടെ ഒരു പരമ്പരയാണ് ബാട്ടു കേവ്സ്. 20 അംഗീകൃത ഗുഹകളുടെ സങ്കീർണമായ ഒരു ഗുഹാ സംവിധാനം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൽ ഒന്നിലധികം പരസ്പര ബന്ധിത അറകളുള്ള 4 വലിയ ഗുഹാ സംവിധാനങ്ങളുണ്ട്. ഉപരിതലത്തിൽ വീഴുന്ന ജലത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് സ്പെലിയോതെമുകൾ രൂപപ്പെട്ടത്. അതിൻ്റെ ഫലമായി ചുണ്ണാമ്പുകല്ലുകൾ അലിഞ്ഞു ചേർന്ന് സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലാഗ്മിറ്റുകളും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. സീലിംഗിൽ നിന്ന് കുതിച്ചുയരുന്ന സ്റ്റാലാക്ടൈറ്റുകളും തറയിൽ നിന്ന് ഉയരുന്ന സ്റ്റാലാഗ്മിറ്റുകളും ഗുഹയുടെ പിറകുവശത്തും മുൻവശത്തുമൊക്കെ ധാരാളം രൂപപ്പെട്ടിട്ടുണ്ട്. ബട്ടു ഗുഹയുടെ ഉൾവശം ഒരു ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി പരിഗണിക്കപ്പെടുന്നു. അവയിൽ പലതും ഇത്തരം ചുണ്ണാമ്പുകല്ല് കൊണ്ട് മാത്രമുള്ളതാണ്. 56 ഇനം കാൽസിഫൈലുകൾ ഉൾപ്പെടെ ഏകദേശം 269 ഇനം വാസ്കുലർ സസ്യങ്ങൾ സൈറ്റിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രാപ്ഡോർ, സ്പൈഡർ, ലിവിസ്റ്റിയസ് ബറ്റുവൻസിസ് പോലെയുള്ള തദ്ദേശീയ ഇനങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഗുഹാ ജന്തുജാലങ്ങളുണ്ട്. പഴന്തീനി വവ്വാലുകൾ ഉൾപ്പെടെ 21 ഇനം വവ്വാലുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാപ്രാഡാക്ലിറ്റുകൾ, ചിലന്തികൾ, തേളുകൾ, സ്പ്രിംഗ് ടെയിൽ, വണ്ടുകൾ, ഉറുമ്പുകൾ, പല്ലികൾ, തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, പാറ്റകൾ, തവളകൾ, പാമ്പുകൾ, ഒച്ചുകൾ തുടങ്ങി നിരവധി ഇനം പ്രാണികളുടെയും ആവാസ കേന്ദ്രമാണ് ഈ ഗുഹാ സമുച്ചയം. ബാറ്റു കേവ്സ് നിർബന്ധമായും മലേഷ്യയിൽ കണ്ടിരിക്കേണ്ട ഒരിടമാണ്. മുരുകൻ ടെമ്പിളാണ്. നാച്ചുറലി ഫോം ചെയ്തിട്ടുള്ള ലൈംസ്റ്റോൺ കേവിനുള്ളിലുള്ള ഒരു വളരെ ഭംഗിയുള്ള അമ്പലമാണ്. ഈ സൈറ്റ് നീണ്ട വാലുള്ള മക്കാക്ക് ഇനത്തിൽപ്പെട്ട കുരങ്ങുകളുടെ ആവാസ കേന്ദ്രവുമാണ്. ഈ ഗുഹാ സമുച്ചയത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ദമൈ ഗുഹകൾ എന്ന് വിളിക്കപ്പെടുന്ന 160ഓളം മലകയറ്റ റൂട്ടുകളുണ്ട്. 150 മീറ്റർ വരെ ഉയരുന്ന കുന്നുകളുള്ള വഴികൾ വശങ്ങളിൽ ചിതറിക്കിടക്കുന്നു. ഒറാങ് അസ്ലിയുടെ ഗോത്രമായ തെമുവാൻ ഗോത്ര വർഗ്ഗക്കാർ ഈ ഗുഹകൾ തങ്ങളുടെ അഭയ കേന്ദ്രങ്ങളായി ഉപയോഗിച്ചിരുന്നതായി ചരിത്രം. 1878 അമേരിക്കൻ പ്രകൃതി ശാസ്ത്രജ്ഞനായ വില്യം ഹോർണഡെയാണ് ഈ ഗുഹകൾ കണ്ടെത്തിയത്. ഒരു ഇന്ത്യൻ തമിഴ് വ്യാപാരിയായ കെ തമ്പുസ്വാമി ഈ ഗുഹാസമുച്ചയം ഹിന്ദു ആരാധനാലയമായി ഉയർത്തി. മുരുകൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ഹിന്ദുക്ഷേത്രം 1891 പൂർത്തിയായി. വാർഷിക തൈപ്പൂയ ആഘോഷങ്ങൾ 1892 മുതൽ ആരംഭിച്ചതായി രേഖകൾ. It's Marlene. I'm here at the Batu Caves, and it's really amazing. It's
a very big cave, and I love seeing all the little temples and stuff, and it's a great experience. Definitely recommend. 1940-ൽ 272 കോൺക്രീറ്റ് പടികൾ നിർമ്മിച്ചു. അവ ഇന്നും വളരെ ഭംഗിയായി നിലനിർത്തപ്പെട്ടിട്ടുണ്ട്. കുന്നിൻ്റെ അടിത്തട്ടിൽ 2 ഗുഹകളുണ്ട്. ആർട്ട് ഗാലറി കേവ്, മ്യൂസിയം കേവ്. ഇവയിൽ ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള പ്രതിമകളും ചിത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. അവയിൽ മിക്കതും മുരുകൻ്റെ ജീവിതവും കഥകളുമായി ബന്ധപ്പെട്ടതാണ്. ഹിന്ദു ഇതിഹാസമായ രാമായണത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രാമായണ ഗുഹ ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്നു. പ്രവേശന കവാടത്തിൽ 15 മീറ്റർ ഉയരമുള്ള ഹനുമാൻ്റെ പ്രതിമയും 2001 നവംബറിൽ തുറന്ന ഹനുമാനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവുമുണ്ട്. മലേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള മുരുകൻ്റെ പ്രതിമയാണിത്. 140 അടി ഉയരമാണ് ഇതിനുള്ളത്.